ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. തന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഞാൻ തിരിച്ച് വിഷ് ചെയ്യില്ല, സുപ്രഭാതമാണ് പറയേണ്ടതെന്ന് ക്യാപ്റ്റൻ അനീഷ്. ക്യാപ്റ്റൻ അനീഷിൻ്റെ ഈ പുതിയ നിയമം ആർക്കും പിടിച്ചില്ല. എന്നാൽ ഉടൻ തന്നെ ബിഗ് ബോസ് അതിനെ പൊളിച്ചടുക്കി. എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ്റെ തീരുമാനത്തെ ബിഗ് ബോസ് തന്നെ പൊളിച്ചടുക്കി. ഇന്ന് രാവിലത്തെ മോർണിംഗ് സോങ്ങും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ അനീഷ് വെറുതെ ഇരുന്നൊന്നുമില്ല, ബിഗ് ബോസിനോട് പരിഭവം പറഞ്ഞിട്ടുണ്ട്. സുപ്രഭാതം നല്ല വാക്കല്ലേ ബിഗ് ബോസ്. ബിഗ് ബോസിൻ്റെ ഈ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ് അനീഷിൻ്റെ വാദം. രാവിലെ രേണുവും അനീഷും തമ്മിലും ഒന്ന് കൊമ്പ് കോർത്തു. ഈ കൊട്ടാരം നിനക്ക് എഴുതി തന്നതൊന്നുമല്ല, ഇതെല്ലാവർക്കും കൂടി ഉള്ളതാണെന്ന് രേണു അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരും മാക്സിമം കണ്ടൻറ്റുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും മാത്രമല്ല, എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അനുമോൾ ഇന്ന് അവിടെ മാറിയിരുന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അനീഷ് കഴിഞ്ഞ സീസണുകളിലെ വിജയിച്ച എല്ലാവരുടെയും സ്ട്രാറ്റജീസൊക്കെ കുറേശ്ശെയായി എടുത്ത് പുതിയതായി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം അത് വിജയിക്കുമെന്ന്. അനീഷിൻ്റെ കെണിയിൽ വീട്ടുകാർ വീഴുമോ, അതോ അനീഷിൻ്റെ സ്ട്രാറ്റജി മൊത്തത്തിൽ പാളുമോ എന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ അറിയാം. രേണുസുതി കളിക്കുന്നുണ്ട്. രേണു എന്ത് ചെയ്താലും രേണുവിന് പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് അതെല്ലാം നാടകമാണെന്നുള്ള മട്ടിലാണ് വീട്ടുകാർ വിചാരിക്കുന്നത്. രേണുവിനെ അവിടെ പൊളിച്ചടിക്കിയാൽ, രേണുവിനെ എതിർത്ത് നിന്നാൽ പുറത്ത് തങ്ങൾക്ക് വലിയ സപ്പോർട്ട് കിട്ടുമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു ശ്രമം വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ രേണുവിനവിടെ സപ്പോർട്ട് ഉയരുകയുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. രേണുവും അനീഷും മാത്രമല്ല, എല്ലാവരും തങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കണ്ടൻറ്റുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ ശ്രദ്ധിച്ച നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് രണ ഫാത്തിമ. നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. രണയെ ചുറ്റിപ്പറ്റി ആര്യം നടക്കുന്നുണ്ട്. എന്നാലും രണയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം അവർക്ക് ഗെയിം അറിയാം. അനീഷിൻ്റെ ഗെയിം കുറച്ചെങ്കിലും മനസ്സിലായത് രണയ്ക്കാണ്. അനീഷിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കി അനീഷിന് ഓപ്പോസിറ്റിൽ നിന്ന് നല്ല സ്ട്രോങ് ആയി കളിച്ചാൽ രണയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവരും ഇന്നലെ അനീഷിനൊരു നെഗറ്റീവ് ആണ് ഫീൽ ചെയ്തത്. പക്ഷേ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അനീഷ് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അനീഷ് കണ്ടൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. രേണുവും അങ്ങനെ തന്നെ. രേണുവിനെന്തോ ഒരു ചെറിയ പുറത്തെ നെഗറ്റീവ് തന്നെ ബാധിക്കുമെന്നുള്ള ചെറിയ ചിന്തയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവരവിടെ നന്നായി കളിച്ചാൽ, അവരായിട്ട് നിന്നാൽ, നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ പുറത്ത് സപ്പോർട്ട് ഉയരുകയുള്ളൂ. ഇപ്പോൾ തന്നെ വോട്ടിങ്ങിലൊക്കെ രേണു മുൻപന്തിയിൽ തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസത്തിനുള്ളിൽ ആരൊക്കെയാണ് ഗെയിമേഴ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്ട്രാറ്റജി എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. നമുക്ക് നോക്കാം അല്ലേ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ, ലൈക്ക്, ഹൈപ്പ് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.